ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ എസ് ബി. അപ്പം മക്കളെ, നമ്മുടെ പരീക്ഷാകാലമാണല്ലേ. നിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കായിരിക്കും, എന്ത് പഠിക്കും, എങ്ങനെ പഠിക്കും, ടെൻഷനിലൊക്കെ ഇരിക്കായിരിക്കും. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ 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 യൂസ്ഫുൾ ആകാൻ പോകുന്നൊരു വീഡിയോ ആണ്. എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിവർന്ന് നിൽക്കാം അല്ലെങ്കിൽ ലെറ്റ്സ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. സോ നമുക്ക് നോക്കാം ഏതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന്. നമ്മളെല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ. മീശമാധവൻ സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ എപ്പോഴും കൊച്ചിൻ ഹനീഫയെ വിളിക്കുന്ന പേരാണ് പെടലി പെടലി പെടി എന്ന് വിളിക്കും അല്ലേ. നമ്മുടെ കൈ വേദന, കാല് വേദന, അവിടെ വേദന, ഇവിടെ വേദന, അതൊക്കെ നമുക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പം നമുക്ക് ചില സമയത്ത് നമ്മൾ വീഴും അല്ലേ. നമ്മുടേതായിട്ടുള്ള കലാപരിപാടി കാണിച്ച് നമ്മൾ തന്നെ ഒരു വീഴ്ചയൊക്കെ വീണ് ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറുതായിട്ട് പണിപാളി. എന്ത് സംഭവിച്ചു? ബോൺ ഫ്രാക്ചർ ആയി എന്ന് നമ്മളോട് പറയും. എങ്ങനെ പറയും? അവര് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറയും ഇവിടെ ചെറിയ സീനുണ്ട്, പ്രശ്നമുണ്ടെന്നല്ലേ. പലർക്കും ഫേസ് ചെയ്തിട്ടുള്ള അനുഭവമായിരിക്കും അത്. മിക്കവാറും എല്ലാവരും ഒരു വീഴ്ചയെങ്കിലും വീഴാത്ത ആളുകൾ ഉണ്ടോ എന്ന് തോന്നി എനിക്ക് സംശയമാണ് അല്ലേ. ഞാൻ തന്നെ എത്ര വീണിരിക്കുന്നല്ലേ. അപ്പം നോക്കണം മക്കൾ, ഇതേപോലെ എക്സ്റേ എടുത്തിട്ട് നമ്മളോട് എന്ത് പറയും? ബോണിന് ഫ്രാക്ചർ ഉണ്ട്, കുറച്ച് ദിവസം മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പറയും അല്ലേ. കൈ കെട്ടി വെക്കും അല്ലെങ്കിൽ കാല് കെട്ടി വെക്കണം എന്നൊക്കെ പറയും. എന്താണ് മക്കൾ ഈ ബോൺ ഫ്രാക്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അസ്ഥിഭംഗം എന്ന് പറയുന്നത്? എന്താണ് നോക്കാം അല്ലേ. അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്നാണ് പറയാ. അപ്പൊ നമ്മുടെ കൈ എവിടെയെങ്കിലും ഒന്ന് വീണിട്ട് പൊട്ടി, നമ്മുടെ അസ്ഥിയുടെ ഭാഗം പൊട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാക്ചർ സംഭവിച്ചു അല്ലെങ്കിൽ അസ്ഥിഭംഗം സംഭവിച്ചു എന്നാണ് പറയാം. അത് 3 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ പറഞ്ഞത് സിമ്പിൾ ഫ്രാക്ചർ, പിന്നെ കോമ്പൗണ്ട് ഫ്രാക്ചർ, കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. എന്ന് വെച്ചാൽ ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണ ഭംഗം. എന്താണ് ലഘുഭംഗം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, അസ്ഥിക്ക് പൊട്ടലും ഒടിവും ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യാം. അപ്പം നമ്മൾ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ നല്ല വേദനിച്ചാൽ മനസ്സിലാക്കാം ഈ അസ്ഥി നമുക്ക് കയ്യിൽ നിന്ന് അനക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം അസ്ഥിക്ക് പൊട്ടൽ വന്നു എന്ന്. അങ്ങനെ അസ്ഥി പൊട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ ഒടിഞ്ഞു പോവോ, ഒടിവോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥാനഭ്രംശം സംഭവിക്കുക പറയുമ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് മാറുക. ഇപ്പം എൻ്റെ കൈയിൻ്റെ ഇത് ഇവിടെ ആയിരിക്കുന്ന വെച്ചാൽ ഇത് ഇങ്ങോട്ട് മാറി എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ് ഡിസ്ലൊക്കേറ്റ് ആവുക, സ്ഥാനഭ്രംശം എന്ന് പറയും. എന്ന് വെച്ചാൽ ഇവിടെയുള്ള സാധനം കുറച്ച് ഇങ്ങോട്ടേക്ക് കുഴ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട് പറയും അത് കയറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സ് അത് ചെയ്തു തരും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരുന്നതിനാണ് നമ്മൾ സിമ്പിൾ ഫ്രാക്ചർ അല്ലെങ്കിൽ ലഘുഭംഗം എന്ന് പറയാം. ലഘുവായിട്ടുള്ള വലിയ കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റില്ല. അസ്ഥി പൊട്ടിയ സീനാണ്, പിന്നെ കുറച്ച് ദിവസം റെസ്റ്റ് അല്ലേ. അടുത്തത് അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തോട്ട് വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ മാംസം നമ്മുടെ ബോഡിയുടെ അകത്ത് പുറത്ത് ഈ സ്കിന്നൊക്കെ ഉണ്ട് പറയുന്നൊക്കെ മാംസമാണല്ലോ, ഇവിടെയൊക്കെ മാംസമാണ്. ഇതും പൊട്ടി പുറത്തോട്ട് തുളച്ച് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വിഷമഭംഗം അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അടുത്തത് അസ്ഥിഭംഗത്തിനോടൊപ്പം പുറമേക്ക് മുറിവുണ്ടായിരിക്കും. അതിൽ മുറിവുണ്ടായിരിക്കും. അതേപോലെ ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര വിഷമം വരപ്പെടാ. നമ്മൾ ഹാർട്ടൊക്കെ അല്ലേ, നമ്മൾ ഹൃദയം തുറന്ന് കരയാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഹൃദയം തുറന്ന് ചിരിക്കൂ, ഹൃദയം തുറന്ന് കരയൂ എന്നൊക്കെ പറയുന്നില്ലേ? അതൊക്കെ എന്താണ്? വിഷമമുള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആന്തരാവയവങ്ങൾ എന്ന് വെച്ചാൽ ഇന്റേണൽ ഓർഗൻസ് ഒരുപാടില്ലേ, വൃക്കയുണ്ട്, ഹൃദയമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യുക? ഇതിന് വിഷമാണ് എന്ന് ആലോചിക്കുക. അപ്പോൾ ആന്തരാവയവങ്ങൾക്ക് വിഷമാണ് എന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് കിട്ടില്ലേ? ആന്തരാവയവങ്ങളുടെ അടുത്തുള്ള അസ്ഥിക്കാണ് പ്രശ്നമെങ്കിൽ അതെന്താണ്? വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സങ്കീർണമാണെന്നൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണെന്നൊക്കെ പറയില്ലേ. ഈ പഠിക്കാൻ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ എന്താ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയില്ലേ. അതുപോലെ നമ്മുടെ ഉള്ളിലാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിഷമഭംഗം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണെങ്കിൽ അതിനെ നമ്മൾ സങ്കീർണ ഭംഗം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്നാണ് പറയാം. അപ്പോൾ ഉള്ളു മൊത്തം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ആലോചിക്കുക, വിഷമഭംഗമാണ് എന്ന് ആലോചിക്കുക. അപ്പോൾ ആന്തരാവയവങ്ങൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ അടുത്താണ് ഈ പറയുന്ന പോലെ വിഷമഭംഗം സംഭവിച്ചെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ മക്കളെ സങ്കീർണ ഭംഗം. റെഡി? അപ്പൊ നോക്കൂ, എ ഫ്രാക്ചർ ഈസ് ബ്രേക്കിംഗ് ദ ക്രാക്കിംഗ് ഓഫ് ദ ബോൺ. അപ്പൊ ബോൺ ക്രാക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ ഫ്രാക്ചർ സംഭവിക്കുന്നത്. ഫ്രാക്ചർ ക്യാൻ ഒക്കർ ഇൻ 3 വേസിൽ അത് നടക്കുന്നു. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഫ്രാക്ചർ ഒക്കർ വെൻ ദ ബോൺ ക്രാക്സ് ബ്രേക്ക് ആൻഡ് ഡിസ്ലൊക്കേറ്റ്. ചിലപ്പോൾ ഡിസ്ലൊക്കേറ്റ് ആവാം, സ്ഥലം ചെറുതായിട്ട് മാറാം. അല്ലാതെ നിങ്ങൾക്ക് ചെറിയ ക്രാക്കും ബ്രേക്കും ഒക്കെ വന്നാൽ നമ്മൾ ചെറുതായിട്ട് കൈ പൊട്ടി, ചെറുതായിട്ട് വിരൽ മുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെറുതാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ അതിനെ സിമ്പിൾ ഫ്രാക്ചർ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അടുത്തത് എന്ന് പറയുന്നത് എന്താ മക്കളെ? നമ്മുടെ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് വെച്ചാൽ ദ ഫ്രാക്ചർ ഇൻ വിച്ച് ബോൺ ബ്രേക്സ് ആൻഡ് കം പിയേഴ്സിംഗ് ദ മസിൽ ഈസ് കോൾഡ്. മസിലൊക്കെ തുളച്ച് വരികയാണെങ്കിൽ അതാണ് ഈ പറഞ്ഞ പോലെ കോമ്പൗണ്ട് ഫ്രാക്ചർ. ആൻഡ് ലാസ്റ്റ് വൺ ഹിയർ ദ വൂണ്ട് മേ ഓൾസോ ഒക്കർ along with the fracture. അതിൽ
ആ പറഞ്ഞതിൽ എന്താണ് ഈ പറഞ്ഞ പോലെ ചെറിയ മുറിവുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാണ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്റേണൽ ഓർഗൻസിന്റെ അടുത്തുണ്ടാകുന്ന കോമ്പൗണ്ട് ഫ്രാക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിലെന്ന് ആലോചിക്കുക, ഉള്ളിലുള്ള വിഷമം, ഹൃദയത്തിനുള്ള വിഷമം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും. റെഡി? അപ്പൊ ഇതാണ് നമ്മുടെ ലഘുഭംഗം എന്ന് പറയുന്നത്. ഇവിടെ ചെറിയ പൊട്ടൽ കണ്ടോടാ, ഈ ഭാഗത്ത് കണ്ടോ, അതാണ് ലഘുഭംഗം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചർ. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പൊട്ടി താമ്പ്രാളായ ഒരു പരിവായി അങ്ങോട്ടേക്കും ഇങ്ങോട്ടൊക്കെ ആയില്ലേ, ഇതാണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ വിഷമഭംഗം എന്ന് പറയുന്നത്. സങ്കീർണ ഭംഗം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ കണ്ടോ, നമ്മുടെ ഈ പറയുന്ന പോലെ ഇന്റേണൽ ഓർഗൻസിന്റെ അവിടെ ഉള്ള അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ചു എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ നമ്മുടെ വൃക്കയുടെ ഒക്കെ അടുത്തുള്ള സാധനം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ, ശ്വാസകോശത്തിന്റെ അടുത്തുള്ളൊക്കെ പൊട്ടിപ്പോയപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണല്ലേ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ലേ, അത് ആലോചിച്ചാൽ മതി, സിമ്പിൾ ആയിട്ടും കേട്ടോ. റെഡി അല്ലേ? അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കും. നമുക്ക് അസ്ഥിക്ക് പ്രശ്നം വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച വീണിട്ട് നന്നായിട്ട് വേദന, ഭയങ്കര വേദന ഉണ്ടെങ്കിൽ, ഇഞ്ചുവേർഡ് ആണെങ്കിൽ, പരുക്ക് പറ്റിയ ഭാഗം നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ല, നടപടി ആവുന്നില്ല, എവിടെയൊക്കെ ഞാൻ കൈ തട്ടിയ വേണമെങ്കിൽ ഇതിങ്ങനെ അനക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലായി, പണിപാളി. ഓക്കെ, റെഡി? ആൻഡ് അതേപോലെ സ്വെല്ലിംഗ് സംഭവിക്കാം. ചില സ്ഥലത്ത് എന്താണ്, വീർത്തിരിക്കും. മിസ്സൊക്കെ ഒരു വട്ടം വീണായിരുന്നേ, ഇവിടെയുള്ള ഈ സാധനം ഇല്ലേ, ഇത് ആക്ച്വലി വീണതിന്റെ പാടാണ്. കുറച്ച് കാലം ലേറ്റസ്റ്റ് ആണ്, ഒരു ഡിസംബറിലാണ് വീണത്. ഡിസംബർ ജനുവരി ആണ് വീണത്. അപ്പൊ ഇപ്പൊ തന്നെ മിസ്സിന് ഈ പറഞ്ഞ പോലെ നീര് വന്നിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത്. അപ്പൊ നമുക്ക് മനസ്സിലായി പണി പാളിയിട്ടുണ്ടെന്ന്. അപ്പൊ എന്താണ്, നീര് വന്ന് വീർക്കും, സ്വെല്ലിങ് സംഭവിക്കാം. അതുപോലെ സ്ലൈറ്റ് ബെൻഡിങ്, വളവ് സംഭവിക്കാം. ഇങ്ങനെയുള്ള വിരൽ ചിലപ്പോൾ ഇങ്ങനെ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ബോൺ ഫ്രാക്ചർ സംഭവിച്ചു. സ്ട്രക്ചറൽ ചേഞ്ച്, സമാനമായ എല്ലുകളിലുള്ള വ്യത്യാസം. ഈ കൈയിന്റെ വെച്ച് നോക്കുമ്പോൾ ഇപ്പുറത്തെ കൈയുമായിട്ട് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പണിപാളി അല്ലേ. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങളുണ്ട് ചെയ്തിട്ട് ഉടനടി തന്നെ ആശുപത്രി കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. ബോണിന് ഫ്രാക്ചർ സംഭവിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡോക്ടർമാർ തന്നെ വേണം അല്ലേ. അപ്പൊ വേഗം തന്നെ അങ്ങനെ ഒരാൾ സംഭവിച്ചാൽ വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതേപോലെ ആ ഭാഗം ഇളക്കാതെ സൂക്ഷിക്കുക. നമ്മളിങ്ങനെ പൊട്ടിയപ്പോൾ ഇങ്ങനെ നമ്മൾ ഭയങ്കര ടെൻഡൻസി വരല്ലേ നമുക്ക് ഇങ്ങനെ ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നോക്കാൻ. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്താണ്, നല്ല രീതിയിൽ അത് ഇളകാതെ അവിടെ സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടാനേ നമ്മൾ പാടുള്ളൂ. സ്പ്ലിന്റ് എന്താണെന്നറിയോടാ, നമ്മുടെ കൈയൊക്കെ പിടിച്ച് അങ്ങനെ കെട്ടുന്ന സാധനം ഇതല്ല, ഒരു നമ്മളിങ്ങനെ എപ്പോഴും കെട്ടില്ലേ, കൈയെ പൊട്ടിയെന്ന് വിചാരിച്ചു, എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കെട്ടി വെക്കുന്ന ഒരു സാധനം ഇല്ലേ, അതാണ് ആക്ച്വലി സ്പ്ലിന്റ്. അതെന്തിനാ? നമുക്ക് ഡോക്ടേഴ്സിന് അറിയാം ആ സാധനം ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിച്ച് നമ്മൾ പോകുന്നു. അപ്പൊ വീണ്ടും അത് ഡിസ്ലൊക്കേറ്റ് ആവും, വീണ്ടും അതിന് ക്രാക്ക് സംഭവിക്കും. അപ്പൊ വീണ്ടും അത് ഒരുമിക്കുകയില്ല. അപ്പൊ എല്ലാം ഒരുമിക്കണം എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അതിന് റെസ്റ്റ് കൊടുത്ത് ഇളക്കാതെ വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിന്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ മരോ പ്ലാസ്റ്റിക്കോ ലോഹം എന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് സ്പ്ലിന്റ് എന്ന് പറയുന്നത്. അത് നമ്മളെ മര്യാദയ്ക്ക് ഒതുക്കി നിർത്താൻ വേണ്ടി സഹായിക്കുന്നു. സോ സ്പ്ലിന്റ് ഈസ് എ സ്ട്രോങ് സപ്പോർട്ട് മെയ്ഡ് ഓഫ് വുഡ്, പ്ലാസ്റ്റിക് ആൻഡ് മെറ്റൽ. ആൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പാർട്സിനെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതിനെ റെഡി ആക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിന്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇതെല്ലാ സമയത്തും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ബോൺ ഫ്രാക്ചറിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്താണ്, അതുപോലെ ബോൺ ഫ്രാക്ചർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിക്കോഷൻ എന്തൊക്കെ എടുക്കണം എന്നുള്ളത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. സോ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. സോ അതുവരേക്കും bye bye. See you guys. Bye bye.